വെൽക്കം ടു സാഗ് ന്യൂസ്. ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. ബംഗ്ലാദേശിനെതിരെ മുന്നറിയിപ്പുമായി ഇന്ത്യൻ ഇന്റലിജൻസ്. ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് പാകിസ്ഥാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാന് നൽകിയ സമ്മാനത്തിനെതിരെയാണ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയത്. ബംഗ്ലാദേശ് ഉപദേഷ്ടാവ് നൽകിയ സമ്മാനത്തെ കേവലം സമ്മാനമായി പരിഗണിക്കാൻ ആകില്ലെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് പറഞ്ഞു. ആർട്ട് ഓഫ് ട്രെൻഡ് എന്ന കലാസൃഷ്ടിയാണ് ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് പാകിസ്ഥാൻ ജോയിന്റ് ചീഫിന് കൈമാറിയത്. ഇന്ത്യൻ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭൂപടമുള്ള കലാസൃഷ്ടിയാണ് യൂനസ് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥന് നൽകിയത് എന്ന് ഇന്റലിജൻസ് ആവർത്തിച്ചു. ഒരു സാധാരണ പ്രതിനിധിക്കല്ല, ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇത് കൈമാറിയിരിക്കുന്നതെന്ന് ഓർമ്മ വേണമെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് ആവർത്തിച്ചു. സിറിയയിൽ വീണ്ടും IS ശക്തി പ്രാപിക്കുന്നുവെന്ന റിപ്പോർട്ട്. സിറിയയിൽ വീണ്ടും IS സെല്ലുകൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടതായും ആക്രമണങ്ങൾ വർദ്ധിച്ചതായും ഉള്ള തെളിവുകൾ BBC പുറത്തുവിട്ടു. സിറിയയുടെ ദീർഘകാല ഭരണാധികാരിയായ ബാഷർ അൽ ആസാദിനെ കഴിഞ്ഞ ഡിസംബറിൽ പുറത്താക്കിയതിനെ തുടർന്നുണ്ടായ അരക്ഷിതാവസ്ഥയും സുരക്ഷാ വീഴ്ചകളും IS മുതലെടുക്കുന്നതായി ഖുർഷിദ് അധികൃതർ പറയുന്നു. മോൺത ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ച ആന്ധ്രാ തീരം തൊടും. മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിലാണ് ചുഴലിക്കാറ്റ് വീശുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൺത തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെരുവുനായ വിഷയത്തിൽ സ്വമേധയായി കേസെടുത്ത സുപ്രീം കോടതി. ബന്ധപ്പെട്ട വിഷയത്തിൽ നോട്ടീസ് നൽകിയിട്ടും മറുപടി നൽകാത്ത കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരെ നേരിട്ട് ഹാജരാക്കാനായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. PM-ശ്രീ പദ്ധതിയിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഒപ്പിട്ടതിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്കുള്ള KSU മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. പോലീസ് പലതവണ ജലപീരങ്കി ഉപയോഗിച്ചതായും റിപ്പോർട്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.